സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മയിലക്കൊട്ടത്ത് മന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. ഇപ്പോൾ മണ്ഡലക്കാലാണ്. 41 ദിവസത്തെ വ്രതമെടുത്ത് കഴുത്തിൽ തുളസി മാലയണിഞ്ഞ് അയ്യപ്പന്മാർ അയ്യപ്പസ്വാമിയെ ദർശിക്കാനായിട്ട് പോകുന്ന ഒരു യാത്രയുടെ സമയമാണ് ഈ മണ്ഡലക്കാലം എന്ന് പറയുമ്പോൾ. പ്രകൃതിയിൽ തന്നെ വളരെ മാറ്റങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയണിഞ്ഞാൽ പിന്നെ സ്വാമിയായി എല്ലാവരും സ്വാമിയായിട്ട് മാറുകയാണ്. ശരണം വിളിക്കുന്ന ശരണം സ്വാമിയേ ശരണം എന്ന ഏറ്റവും വലിയ മന്ത്രം, ആ അമൂല്യമായ മന്ത്രം ജപിച്ചുകൊണ്ട്, അതാണ് ഏറ്റവും വലിയ, ആ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ഭഗവാനായിട്ട് നമ്മൾ മാറുകയാണ്. തുളസി മാല അണിയുമ്പോൾ തന്നെ, ആ ഭഗവാന്റെ മുദ്ര അണിയുമ്പോൾ തന്നെ ഭഗവാനും ഭക്തനും ഒന്നാവുകയാണ്. അപ്പോൾ ആ ഭഗവാനെ കൂടുതൽ എത്ര കണ്ട് നമ്മൾ സ്മരിക്കുന്നുവോ, കലിയുഗത്തിൽ എത്ര കണ്ട് നാമം ജപിക്കുന്നുവോ അത്രയും ഗുണം നമുക്കുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തകളും നല്ല വഴികളും ഉണ്ടാവണമെങ്കിൽ നാമജപം ഒരു മുഖ്യ സ്ഥാനമുണ്ട്. നാമം ജപിക്കുമ്പോൾ മാത്രമേ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി നല്ല ബുദ്ധി ഉണ്ടാവാനും നല്ല വഴി തെളിയാനും ഈ നാമജപം എത്ര ഉത്തമമാണ്. അപ്പോൾ ഇന്ന് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ഒരു ഗായത്രി മന്ത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഗായത്രി മന്ത്രം എന്ന് പറയാൻ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ഗായത്രി മന്ത്രങ്ങളെല്ലാം. അപ്പോൾ ഓരോ ദേവതകൾക്കും ഗായത്രി മന്ത്രമുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ഗായത്രി മന്ത്രമാണ് ഇന്ന് പറയണത്. അത് ഇപ്രകാരമാണ്: ഭൂതാധിപതയേ വിദ്മഹേ ഭാവപുത്രായ ധീമഹി തന്നശാസ്ത്ര പ്രചോദയാൽ. ഭൂതാധിപതയേ വിദ്മഹേ ഭാവപുത്രായ ധീമഹി തന്നശാസ്ത്ര പ്രചോദയാൽ. ഭൂതാധിപതയേ വിദ്മഹേ ഭാവപുത്രായ ധീമഹി തന്നശാസ്ത്ര പ്രചോദയാൽ. സർവഭൂതങ്ങളുടെയും അധിപനായ ആ ഭഗവാനെ, മഹാദേവൻ്റെ പുത്രനായ ഭഗവാനെ, അവിടുത്തെ ഞങ്ങൾ സ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നിത്യവും പ്രചോദനം തരണേ, അങ്ങേ ധ്യാനിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണേ എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അപ്പോൾ ദിവസവും ശരണം വിളിക്കുന്ന അയ്യപ്പസ്വാമി മാലയണിഞ്ഞ് എല്ലാവരും ദിവസവും ശരണം വിളിക്കുന്നതിനോടൊപ്പം ഈ മന്ത്രവും 21 പ്രാവശ്യം ജപിക്കണം. അതുകൂടാതെ ശനിദോഷമുള്ളവർക്കും കണ്ടകശനിയുള്ളവർക്കും ഏഴരശനിയുള്ളവർക്കൊക്കെ, ശനിദശയിൽ ജനിച്ചവർക്കൊക്കെ ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ നെയ്വിളക്ക് വച്ച് ദിവസവും കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് ഈ മന്ത്രം കൂടി ജപിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയങ്ങളുണ്ടാവാൻ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. இன்றைக்கி நம்ம சொல்ல போகிறது, நம்ம மாலை அணிஞ்சு துளசி மாலை போட்டு எல்லாருமே சபரிமலைக்கு போகும்போது பகவானுக்கு தரிசனம் கிடைக்கிறதுக்கு 41 நாள் விரதம் எடுத்து பகவானை தரிசனம் கிடைக்கிறதுக்கு நம்ம சபரிமலைக்கு போவாங்க. அந்த இதில் ഏറ്റവും பிரதானமான மந்திரம் என்னது சுவாமியே சரணமையப்பா என்ற மந்திரம் தான். அது ரொம்ப முக்கியமான ஒன்று. அதே மாதிரி பகவான்ட காயத்ரி மந்திரம் ஜபம் பண்ணுறதும் ரொம்ப முக்கியம். இந்த காயத்ரி மந்திரம் ஜபம் பண்ணும்போது சனி தோஷமே இல்லாதாயிடுவாங்க. ஏழரை சனி, கண்டகசனி, சனி தசையில் பிறந்தவருக்கு எல்லாமே இந்த மந்திரம் ஜபிക്കാം. அதே மாதிரி மாலை போட்டவர் எல்லாமே, சுவாமிமார்கள் எல்லாருமே சரணம் விழிக்கிறது மாதிரி எல்லாரும் ஒத்து சேர்ந்து குருசாமியோட சேர்ந்து எல்லாருமே விளக்கு கீழே டெய்லி இந்த காயத்ரி மந்திரம் கூடி டெய்லி ஒரு 21 வாட்டி அர்ச்சனை அந்த சுவாமிக்கு ஃபோட்டோக்கு முன்னாடியே அர்ச்சனை பண்ணுறதும் ரொம்ப முக்கியம், நல்லது. அப்போ அந்த நமக்கு நல்ல எவ்வளோ நம்ம நாமஜபம் பண்ணும்போது நம்ம பண்ணுறதோ அவ்வளோ நம்ம மனது சுத்தமாயிடுவாங்க. நமக்கு நல்ல வழியே கிடப்பாங்க. பகவான் ஐயப்ப சுவாமியும் அதுதான் சொல்கிறது. எவ்வளோ சரணம் சொல்கிறதோ, எவ்வளோ நாமஜபம் பண்ணுறதோ, இந்த கலியுகத்தில் நாமஜபத்துக்கு முக்கியமான ஸ்தானம். அப்போ இன்றைக்கி சொல்கிற மந்திரம் டெய்லி நீங்கள் ஜபம் பண்ணுங்க. இந்த மந்திரம் இப்படி தான்: ஓம் பூதாதிபாய வித்மஹே, ஓம் பூதாதிபதையே வித்மஹே பாவபுத்ராய தீமஹி தன்னோ சாஸ்திர பிரச்சோதயால். ஓம் பூதாதிபதையே வித்மஹே பாவபுத்ராய தீமஹி தன்ன சாஸ்திர பிரச்சோதயாட். ஓம் பூதாதிபதையே வித்மஹே பாவபுத்ராய தீமஹி தன்ன சாஸ்திர பிரச்சோதயாத். சர்வபூதங்களுடையும் அதிபனாயிருக்கிறத அந்த பகவானே, மகாதேவனுக்கு மகனாய அந்த பகவானே எங்களுக்கு சர்வ ஐஸ்வர்யங்களும் தரணும், நல்ல வழியை தெரியணும், நல்ல புத்தியை தரணும். அதான் சொல்கிறது. आज हम बात करते हैं एक मंत्र के बारे में. भगवान अय्यप्पा स्वामी के
माला डाल के सभी स्वामी को दर्शन के लिए, भगवान के अनुग्रह के लिए सभी स्वामी जाते हैं। ये 41 डेज में व्रत करके वो कंधों में तुलसी माला डालकर भगवान को शरणम करके, स्वामी शरणम ऐसे मंत्र जपम करके सब स्वामियों ने शबरीमला जाता है। वो स्वामियों को डेली शरणम के साथ ये गायत्री मंत्र भी जपम करना मुख्य है। एक भगवान अय्यप्पा स्वामी के फोटो के फ्रंट में बैठकर सभी स्वामियों ने स्वामी के फोटो से ये अर्चना करना मुख्य है। ये भगवान की अय्यप्पा स्वामी की गायत्री मंत्र में बोलते हैं। आज ये मंत्र दे बोलते हैं। वो मंत्र ऐसा है, ओम भूताधिपतये विद्महे भावपुत्राय धीमहि तन्नः शास्त्र प्रचोदयात्। ओम भूताधिपतये विद्महे भावपुत्राय धीमहि तन्नः शास्त्र प्रचोदयात्। ओम भूताधिपतये विद्महे भावपुत्राय धीमहि तन्नः शास्त्र प्रचोदयात्। सर्वभूतों की नाथ भगवान, महादेव के पुत्र भगवान को हम प्रार्थना करते हैं, हम ध्यान करते हैं। हमको सर्व ऐश्वर्य दे दो भगवान, सर्व शनि दोष सब निकाल करके हमारा रास्ते दिखाओ भगवान के। ऐसी ही प्रार्थना है ये मंत्र। ये डेली जपम कीजिए। आप सब एक साथ बैठकर गुरुस्वामी के साथ बैठकर ये मंत्र फोटो में अर्चना करके ये मंत्र जपम कीजिए। सर्व ऐश्वर्य के लिए भगवान आप सबको सर्व ऐश्वर्य देने के लिए हम प्रार्थना करते हैं। स्वामी शरणमय्यप्पा, माळियप्पर तमदेवी लोक मातावे शरणमय्यप्पा।